ഇവിടെയുള്ള പ്രവാസികൾ പലരും തമാശയ്ക്ക് ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു മദ്യപാനം സ്റ്റാർട്ട് ചെയ്യുന്നു. ലഹരി ചിലപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ടേസ്റ്റ് ചെയ്യുന്നു, പിന്നീട് അതിന് അടിമപ്പെട്ടു പോകുന്നു. അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരോട്, അത്തരത്തിലുള്ള ആളുകളോട് സാറിന് പറയാനുള്ളത്? എല്ലാം ബാലൻസ് ചെയ്ത് പോകണം. നമ്മൾ ആരും 100% പെർഫെക്റ്റ് ഒന്നല്ല. മനുഷ്യനാണെങ്കിൽ തന്നെ തെറ്റുകൾ കുറേ ചെയ്യും. നമ്മളെ പൂർവികമായ ലിസ്റ്റ് എടുത്തു പോകണമെങ്കിൽ തന്നെ ആദം ഈവ് അവിടുന്ന് തന്നെ തെറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ എത്തിയെന്നാണ് പറയുക. അപ്പോൾ തെറ്റുകളൊക്കെ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിൽ വരും. അതിനുള്ള സൊല്യൂഷൻസും നമുക്ക് കണ്ടെത്താനുണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യണം, അമിതമാവരുത്. അമൃതം വിഷം എന്നൊക്കെ പറഞ്ഞ മാതിരി ലിക്കർ അടിക്കുകയാണെങ്കിലും ഇതിന് ഞാൻ സപ്പോർട്ട് ചെയ്യല്ല ചെയ്യുന്നത്. എന്താണെങ്കിലും നമ്മളെ കുടുംബ പശ്ചാത്തലം, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് കിടക്കാൻ. എൻ്റെ ഫാദറൊക്കെ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ഇനിയിപ്പോൾ എന്ത് MBBS പോയപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കാണ്, ഇപ്പോഴും ഞാനത് ഓർക്കാറുണ്ട്. നീ എന്ത് കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞാലും, നീ എത്ര വലിയ ഡോക്ടറായി വന്നു കഴിഞ്ഞാലും, നീ ഞങ്ങൾക്ക് എന്നും ഞങ്ങളെ കുഞ്ഞുമോൻ തന്നെയായ. അതായത് ഞാൻ വലിയ ആളായി വലിയ പ്രൊഫഷനിലേക്ക് എത്തിക്കഴിഞ്ഞാലും അതുകൊണ്ട് പുതിയൊരു ഹാബിറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ട് ഈ വീട്ടിലേക്ക് വരരുത്. അത് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് MBBS പോകുമ്പോൾ തന്നൊരു ഉപദേശമാണ്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്. വീട്ടിലില്ലാത്തൊരു കാര്യം, ഇതൊരു അക്കൗണ്ട് തുടങ്ങാത്തൊരു കാര്യം ഇനി നീയായിട്ട് തുടങ്ങണ്ടെന്ന് ഇൻഡയറക്റ്റ്ലി അദ്ദേഹം പറഞ്ഞതാണ്. ഇതുമാതിരി നമ്മൾ തന്നെ ചിന്തിക്കണം. ഇപ്പോൾ അനൂപിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അനൂപിന് അറിയാം, അനൂപിൻ്റെ പശ്ചാത്തലം, അനൂപിൻ്റെ അച്ഛൻ അമ്മ ബാക്ക്ഗ്രൗണ്ട്, ആ നാട്ടിലുള്ള സമൂഹത്തിലുള്ള ഒരു വാല്യൂ, അത് നിങ്ങളെ ആളുകൾ കാണുന്ന ഒരവസ്ഥ, ഇതൊക്കെ. അപ്പോൾ അതനുസരിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അത് കൺട്രോൾ ചെയ്ത് ജീവിക്കുക. ഇനി അതിൽ കുറച്ചൊക്കെ നമ്മൾ എൻജോയ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ എൻജോയ്മെൻറ്റ് ബാലൻസ് തെറ്റാതെ മുന്നോട്ട് പോവുക. ആളുകളെ മുമ്പിലൊരു കോമാളിത്തരങ്ങളും ഒരു വിഡ്ഢിവേഷങ്ങളും കെട്ടാതിരിക്കാൻ നോക്കുക. പിന്നെ കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അച്ഛനും അമ്മ, ഭാര്യ, കുട്ടികൾ എല്ലാവരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുക. അതിനൊക്കെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുക. അങ്ങനെ ഒരു ഹാപ്പിയായി ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും.